ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന മോർണിംഗ് CP എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അർഷ. ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ്. ഈ ഒരു ബിസിനസ്സിൽ കണക്റ്റായി ഞാനിപ്പോൾ 4 മാസമാവുന്നു. എൻ്റെ അപ്ലൈൻ എന്ന് പറയുന്നത് സുമി സാറും പിന്നെ എൻ്റെ മെൻറ്റർ ഷാജി മീത്തൽ സാറാണ്. അപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു വേദിയിൽ ഇന്ന് ഇത്രയും വലിയ വേദിയിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലീഡേഴ്സ് ഉള്ള ഈ ഒരു വിന്നിംഗ് ടീമിൽ എനിക്ക് ചെയ്യാൻ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും താങ്ക് യു, വളരെ നന്ദി. പിന്നെ എൻ്റെ മെൻറ്ററായ ഷാജി മിത്തൽ സാറിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സെഷനെ പറ്റിയിട്ടാണ്. റൈസ് ബ്രാൻ ഓയിൽ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആവശ്യമുള്ളൊരു സാധനമാണ്. ഈ ഒരു ഓയിലിനെ പറ്റിയിട്ട് എത്രയൊക്കെയാണ് ബെനിഫിറ്റ്സും പിന്നെ അതിന്റെ ഹെൽത്തിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ സ്വദേശിനിയായ ജോമോൾ മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. മാം ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ മാം ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ഹർഷ. ഹർഷ എന്നെ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോമോൾ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ആയിരിക്കുന്നത്. ഇന്ന് ഈ ഒരു വിന്നിംഗ് ടീമിന്റെ ഈ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ എന്നെ ഈ ഒരു ചെറിയൊരു സെഷൻ അവതരിപ്പിക്കാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്നെ ഇവിടെ പ്രാപ്തയാക്കി ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിർത്തിയിരിക്കുന്ന എൻ്റെ അപ്ലൈൻ ചേച്ചി രേഖ ശർമ്മയ്ക്കും അതുപോലെ എൻ്റെ മെന്റർ ഷാജി സാറിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഈ ഒരു ബിഗ് പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടി ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി അനുവദിച്ചു തന്ന നമ്മുടെ വിന്നിംഗ് ടീമിന്റെ പ്രഗത്ഭരായ ലീഡേഴ്സുകൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഇതുപോലൊരു സെഷൻ ഞാൻ ഈ വിന്നിംഗ് ടീമിൽ വന്ന് കൈകാര്യം ചെയ്തിരുന്നു. ഒരു ഡയബറ്റീസിന് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ സപ്ലിമെന്റ് ആണ് മസ്റ്റായിട്ട് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പ്രസന്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് വിന്നിംഗ് ടീമിന്റെ പ്രഗത്ഭരായ ലീഡേഴ്സ് എനിക്ക് നൽകിയുണ്ടായി. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ നമുക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏതൊരു വർക്കിലേക്ക് ഇപ്പൊ നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ ഒരു മൈൻഡ് സെറ്റ് നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു മെഡിറ്റേഷന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഇന്ന് നല്ല സ്ട്രെസ്സിന്റെ ഒരു കാലമാണ്, ടെൻഷന്റെ കാലമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ പ്രവൃത്തികളും നമുക്കൊന്ന് വിജയത്തിലെത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് ഫോക്കസ് കറക്റ്റ് ആയിട്ടിരിക്കണം. അപ്പൊ നമുക്ക് അതിന് പറ്റിയ ഒരു മെഡിറ്റേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ മെഡിറ്റേഷനിലൂടെ സ്ട്രെസ് കുറയ്ക്കുവാനും അതുപോലെ ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ എൻ്റെ ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കാവട്ടെ, എല്ലാത്തിലും ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഞാൻ ഈ കണ്ണിൽ കുറച്ച് ഇൻഫെക്ഷൻ ആയിട്ട് മരുന്ന് ഒഴിച്ചതിന്റെ പേരിൽ എനിക്കൊരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ആക്കി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം പ്ലീസ്. അപ്പം നിങ്ങൾ ഈ ഒരു ബിസിനസ് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വൈഫിനെ കൂടി ഒന്ന് കേൾക്കാൻ പാകത്തിന് ഇതൊന്ന് വോളിയം കൂട്ടി വെച്ചൊന്ന് കൊടുക്കുക. അവരും ഇതൊന്ന് കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ വെസ്റ്റേജ് കമ്പനി 450-ൽ പരം പ്രോഡക്റ്റുകൾ നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. അതിൽ ഈ 450-ൽ പരം പ്രോഡക്റ്റുകളിൽ 100-ൽ പരം പ്രോഡക്റ്റ് നമുക്ക് വെൽനസ് പ്രോഡക്റ്റുകളാണ്. അതുപോലെ ബാക്കിയുള്ളത് ഹെൽത്ത് പ്രോഡക്റ്റ് ആയിട്ടും ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിട്ടും അഗ്രി പ്രോഡക്റ്റ് ആയിട്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഗ്രി പ്രോഡക്റ്റും അതുപോലെ നമ്മുടെ വെൽനസ് പ്രോഡക്റ്റും ഒക്കെ നമുക്കൊരു കുറച്ച് നാളത്തേക്ക്, അപ്പൊ ഒരു മാസത്തേക്ക് നമ്മളൊരു വെൽനസ്സിൽ ഒരു സപ്ലിമെന്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു കുറച്ച് നാൾ ഉപയോഗിച്ച് നമുക്കൊരു ഗ്യാപ്പ് വിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം, സപ്ലിമെന്റ് ഒക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ അഗ്രി പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ചെടിക്ക് വളമിട്ടതിന് ശേഷം അതിന്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും വളമിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അവിടെയും നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് പ്രോഡക്റ്റും ബ്യൂട്ടി പ്രോഡക്റ്റും ഒക്കെയാണ് നമുക്ക് ശരിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതായത് നിത്യോപയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റും അതുപോലെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റുമാണ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു റൈസ് ബ്രാൻ ഓയില് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ് ആണ്, കുക്കിംഗ് ഓയിൽ. അപ്പൊ ഈ തവിടെണ്ണ ഉപയോഗിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ റിസൾട്ടോട് കൂടി നമ്മൾ ഷെയർ ചെയ്ത് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഇത് ലഭിക്കുന്നുണ്ടാവും, ഒരു കോൺഫിഡന്റ്, അതുപോലെ ഒരു എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് പഠിക്കാതെ, അതായത് നമ്മൾ ഉപയോഗിക്കാതെ അതേക്കുറിച്ച് നമ്മൾ പഠിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെസ്റ്റീജിനല്ല എന്നാണ് എനിക്ക് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം നമ്മുടെ കമ്പനി എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനി നമുക്ക് നൽകിയിരിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ടോട് കൂടി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മറ്റുള്ള കമ്പനികളുടെ സെലിബ്രിറ്റിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവർ ആ പ്രോഡക്റ്റുകളൊന്നും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവര് അതിനെക്കുറിച്ചുള്ള പരസ്യം പറയുന്നത് പോലെയാണ് നമ്മളത് പറയുന്നത്. അപ്പൊ നമുക്ക് അവരെന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്ക് ചോദിക്കണം, നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി നമ്മളോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രം നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്തെ പഠിച്ച കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ റിസൾട്ട് നമുക്ക് അവർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഈ പഠിച്ചു പറയുന്നതും വാങ്ങി നമ്മൾ ഉപയോഗിച്ച് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റൈസ് ബ്രാൻ ഓയിലിന് എനിക്ക് നല്ലൊരു റിസൾട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ റൈസ് ബ്രാൻ ഓയിലായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ വെസ്റ്റേജ് കമ്പനിയെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ ഈ വിപണിയിൽ കിട്ടുന്ന സൺപ്യൂർ ഓയില്, സൺഫ്ലവർ ഓയില് ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്കൊരു ശരിക്കും പറഞ്ഞ എണ്ണയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കെമിക്കലാണോ ഫിസിക്കലാണോ ഇത് എങ്ങനെ റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വിലക്കുറവിന്റെ പിന്നാലെ പോയിട്ട് ഞാനിങ്ങനെ സൺപ്യൂർ ഓയില്, സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്റെ ഹസ്ബൻഡിന് ആ ഭക്ഷണം ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. കാരണം ഒരു ടേസ്റ്റ് ഇല്ല, ഒന്നുമില്ല, എന്നും എനിക്ക് വഴക്കാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഈ ഭക്ഷണം വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ മനസ്സിൽ ഒരു 100 കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത് പോലെ ഞാൻ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂല പോയി നിൽക്കും. കാരണം അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞാനത് കേൾക്കാൻ പറ്റത്തില്ല, എന്നിട്ട് എന്താണേലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ അടുക്കളയുടെ ഒരു മൂല പോയി നിൽക്കുമായിരുന്നു. അപ്പം അവരെന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാനും അങ്ങനെ ഒരു ബൈഹാർട്ടാക്കി വെച്ചു, എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തുണ്ടാക്കിയാലും കൊള്ളില്ല, അങ്ങനെ ഒരു ചിന്തയായി. എനിക്കും അങ്ങനെ തന്നെ വന്നു. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ആ എണ്ണ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തില് ടേസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ള വിവരം എനിക്കറിയത്തില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതിന് ടേസ്റ്റ് ഇല്ല. അപ്പൊ എന്നും ഇങ്ങനെ വഴക്ക് കേട്ടോണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരിടയ്ക്കാണ് അദ്ദേഹത്തിന് കൊളസ്ട്രോൾ പിടിപെട്ടത്. അപ്പം കൊളസ്ട്രോൾ പിടിപെട്ടപ്പോൾ മരുന്ന് കഴിക്കാലാത്തി. പക്ഷെ നമ്മളിപ്പോ എത്രമാത്രം വഴക്ക് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് നന്നായിരിക്കണം എന്നുള്ളൊരു ആശയമാണല്ലോ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ മരുന്ന് കഴിക്കാലാത്ത ഈ ഒരു മനുഷ്യനെ എങ്ങനെ ഒരു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം എനിക്ക് അച്ചു സാറിന്റെ ക്ലാസ് ഈ ഒരു റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് എനിക്ക് കേൾക്കാനിടയായി. അപ്പം സാറ് പറയുന്നുണ്ട് ഈ റൈസ് ബ്രാൻ ഓയിലിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഓറിജിനൽ അടങ്ങിയിട്ടുണ്ട്, അതിന്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് കുറയ്ക്കാൻ സാധിക്കും, അതുപോലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ റൈസ് ബ്രാൻ ഓയിൽ ആദ്യം വാങ്ങിയുണ്ടായി. അപ്പൊ ആദ്യം വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയപ്പോ ഒന്ന് കറി വെക്കാൻ വേണ്ടി ഞാൻ ഒന്നെടുത്ത് പാത്രത്തിൽ ഒഴിച്ചപ്പം അതിന്റെ ക്വാണ്ടിറ്റി വളരെ കട്ടിയുള്ള ഒരു എണ്ണയും അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ കടകളിൽ വാങ്ങുന്ന മറ്റുള്ള എണ്ണകളെ കഴിഞ്ഞ് കൂടുതൽ കുറച്ച് ക്വാണ്ടിറ്റി മതിയെന്ന് എനിക്ക്
വ്യക്തമായി. അപ്പൊ ഞാൻ അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സാധാരണ നിലയിൽ ഉള്ള പോലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഉച്ച സമയത്ത് അദ്ദേഹം കഴിക്കാൻ വന്നു. എന്നും ഞാൻ ചെയ്യുന്നത് പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നിന്നിരിക്കുന്ന ഒരു അവസ്ഥയില് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഒരക്ഷരവും മിണ്ടിയില്ല. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഏറ്റു പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഓ അപ്പൊ ഞാൻ വഴക്ക് പറയുന്നതിന്റെ ഒരു ഗുണം ഇവിടെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ അവർ പറഞ്ഞുള്ളൂ. പക്ഷെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് ആ ഒരു അവസരത്തില് സ്വർഗം കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. കാരണം അതുവരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വഴക്ക്, ഇപ്പൊ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ പ്രശ്നത്തിലായിരുന്നു വഴക്കുണ്ടാക്കിയിരുന്നത്. അപ്പൊ എനിക്ക് അന്നേരം എനിക്ക് അവിടെ വെച്ച് ബോധ്യമായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിരുന്ന ആ എണ്ണ, അതായത് സൺപ്യൂർ ഓയില്, ഇങ്ങനെയുള്ള ന്യൂട്രീഷൻ ഒക്കെ നഷ്ടപ്പെട്ട എണ്ണയായിരുന്നു എന്നാണ് എനിക്ക് അന്ന് ബോധ്യമായി. അപ്പൊ സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഷാജി സാർ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ, നിങ്ങൾ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കുക, നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഉപഭോക്താവായി മാറും, നിങ്ങൾക്ക് രുചി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി സാറ് പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കിങ്ങനെ ആദ്യം കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഒരു റിസൾട്ടാണ്. ഫാമിലിയിൽ തന്നെ നല്ലൊരു ഹെൽത്തോടു കൂടി, അതായത് ഞങ്ങളുടെ വഴക്ക് അവസാനിക്കാൻ അങ്ങനെ ഒരു അവസരം എനിക്ക്, ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, അതുപോലെ വെസ്റ്റേജ് കമ്പനിയോട് ഞാൻ അന്ന് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പൊ രണ്ടാമത് കിട്ടിയ ഒരു റിസൾട്ടാണ് എന്റെ ഹസ്ബൻഡിന്റെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്. ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും ഞാനത് ഉപയോഗിച്ചു വരുന്നു. പക്ഷെ ഇത് വാങ്ങി 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൊളസ്ട്രോൾ കൂടുമ്പോൾ നമുക്കറിയാം, ഈ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദന വരും, അതുപോലെ ജോയിന്റ് പെയിൻ വരും, അതുപോലെ ഷോൾഡർ പെയിൻ വരും, അങ്ങനെയൊക്കെ നമുക്ക് പെയിനുകൾ ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും. ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അതറിയാം. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കാല് നിലത്ത് വെച്ച് നടക്കാൻ സാധിക്കുന്നുണ്ടായി, സ്റ്റെപ്പുകളൊക്കെ ഓടിക്കയറാൻ തുടങ്ങി, ജോയിന്റ് പെയിനൊക്കെ ഒരു കുറവ് കിട്ടി. അപ്പൊ ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല ഒരു സന്തോഷം എന്ന് പറയാൻ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ ഒരു 2 റിസൾട്ട് ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം ഇനി നമുക്ക് ഈ റൈസ് ബ്രാൻഡ് ഓയിലിന്റെ മാനുഫാക്ചറിംഗിലേക്ക് നമുക്ക് ഒന്ന് കടന്നു നോക്കാം. റൈസ് ബ്രാൻഡ് ഓയിൽ എങ്ങനെയാണ്, തവിടെണ്ണ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അരിയുടെ എണ്ണമയമുള്ള പാളിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പോഷക മൂല്യമുള്ള ഒരു എണ്ണയാണെന്ന് നമുക്കറിയാം. അപ്പൊ വയലിൽ നിന്നും തുടങ്ങി അടുക്കള വരെ എത്തി നിൽക്കുന്ന ആരോഗ്യ യാത്രയാണ് ഈ തവിടെണ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിമ്പിൾ പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന തവിടിൽ നിന്നും നമുക്ക് 2 രീതിയിലാണ് എണ്ണ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒന്ന് റിഫൈൻഡ് ചെയ്തെടുക്കുന്ന, ഇത് ഫിസിക്കൽ റിഫൈൻഡും അതുപോലെ തന്നെ കെമിക്കൽ റിഫൈൻഡ്, ഇങ്ങനെ 2 രീതിയിലാണ് എണ്ണ നമുക്ക് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിഫൈൻഡ് ചെയ്തെടുക്കുന്ന എണ്ണയിൽ നിന്നും ന്യൂട്രിയൻസ് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ എണ്ണയിലുള്ള ഫ്രീ ഫാറ്റി ആസിഡ് കുറയ്ക്കാൻ വേണ്ടി, എണ്ണ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി കെമിക്കൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക എണ്ണകളും ഇങ്ങനെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഗുണം? നമ്മൾ അത് വാങ്ങി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ ഗുഡ് ബാക്ടീരിയ ഫുള്ള് നശിക്കുകയും അതുപോലെ ബാഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉൽപ്പാദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് പല രോഗങ്ങൾ പിടിപെടുന്നു, അതുപോലെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫിസിക്കൽ റിഫൈൻഡ് ചെയ്തെടുക്കുന്ന എണ്ണ, റൈസ് ബ്രാൻഡ് ഓയിലിൽ നിന്നും നമ്മളൊരു ഫാറ്റി ആസിഡ് കുറയ്ക്കാൻ വേണ്ടി, ആ എണ്ണ ശുദ്ധീകരിക്കാൻ വേണ്ടി കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ഹീറ്റ് ആൻഡ് സ്റ്റീം ആൻഡ് ഫിൽട്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊരു പ്രൊസീജിയർ നടത്തി നമ്മൾ എണ്ണ വേർതിരിച്ചെടുക്കുമ്പോൾ ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസുകൾ ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഈ ചൂടാക്കിയ എണ്ണ വീണ്ടും ഒന്നും കൂടെ ചൂടാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. എന്നാലും നമ്മൾ കെമിക്കൽ റിഫൈൻഡ് ചെയ്തെടുക്കുന്ന എണ്ണ നമ്മൾ ഒരു പ്രാവശ്യം ചൂടാക്കിയാൽ വീണ്ടും അതൊന്നും കൂടി ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ട്രാൻസ്ഫാക്ട് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓക്സിഡേഷന്റെ പ്രവർത്തനം കൂടുന്നതിന് നമ്മുടെ ഹാർട്ട് റിസ്ക് നമുക്ക് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം കടകളിൽ മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ വാങ്ങിയതിന് ശേഷം വീണ്ടും അത് ചൂടാക്കി ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്.
അപ്പൊ ഇന്ന് നമ്മൾ പല കടകളിലും ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ ഉപയോഗിച്ചാണ് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ശേഷം അവർ ഒരു പ്രാവശ്യം ചൂടാക്കി എണ്ണ വീണ്ടും ഒന്നും കൂടി ചൂടാക്കി അതിനകത്ത് ഭക്ഷണം പാചകം ചെയ്ത് നമുക്ക് നൽകുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ അത് പോയി കഴിച്ചുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളാണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമതായിട്ട് നമ്മൾ റിഫൈൻഡ് ചെയ്ത് വെക്കുന്ന ഫിസിക്കൽ റിഫൈൻഡ് എണ്ണയാണെങ്കിലോ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി നമുക്ക് ഫിസിക്കൽ റിഫൈൻഡ് ചെയ്തിരിക്കുന്ന എണ്ണയാണ് നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിലാണ് നമുക്ക് കുക്കിംഗ് ഓയിലിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കമ്പനി ഈ റൈസ് ബ്രാൻഡ് ഓയിൽ മാത്രം നമുക്ക് നൽകുന്നത്? വേറെ വിപണിയിൽ എത്രമാത്രം എണ്ണകളുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, സൺപ്യൂർ ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, അങ്ങനെ കുറെ ഓയിലുകളുണ്ട്. അപ്പൊ ഈ നമ്മുടെ കമ്പനി ഈ ഇതെല്ലാം വിട്ടിട്ട് ഈ റൈസ് ബ്രാൻഡ് ഓയിൽ എന്തുകൊണ്ടാണ് നമുക്ക് കുക്കിംഗ് ഓയിലായിട്ട് തരുന്നത് എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു റൈസ് ബ്രാൻഡ് ഓയിലിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്ത കമ്പനിയോട് ശരിക്കും ഞാൻ നന്ദി പറയുകയാണ് ചെയ്തത്. എന്താന്ന് വെച്ചാല് ഇന്ന് രോഗങ്ങളുടെ ഒരു കാലമാണ്. അപ്പം മറ്റു മിക്ക എണ്ണകളിലെ കഴിഞ്ഞും നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിലില് ഫൈബറാണ് അടങ്ങിയിരിക്കുന്നു. അത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുവാനും ജീർണം മെച്ചപ്പെടുത്തുവാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വണ്ണം നിയന്ത്രിക്കാനും എല്ലാം നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിലിൽ വളരെ നല്ലതാണ്. അതുപോലെ ഈ റൈസ് ബ്രാൻഡ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി, ഒമേഗ 3, മഗ്നീഷ്യം, അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒമേഗ 3 അടങ്ങിയിരിക്കുന്നതെല്ലാം കൊണ്ട് നമ്മുടെ ശരീര ശക്തിക്കും അതുപോലെ നാഡീ സംവിധാനത്തിനും വളരെ നല്ല ഒരു ഇതായിട്ട് റൈസ് ബ്രാൻഡ് ഓയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗട്ട് ഹെൽത്തിനും നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും റൈസ് ബ്രാൻഡ് ഓയിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഓറിജിനോൾ ഉള്ളത് കൊണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ രക്തക്കുഴലുകളെ ആരോഗ്യമായിട്ട് നിലനിർത്താനും നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഡയബറ്റിക് ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക മാത്രമൊന്നുമല്ല, ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയെടുക്കാനും ഈ ഫൈബർ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ റൈസ് ബ്രാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം, റിപ്പീറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇത് ഫിസിക്കലി റിഫൈൻഡ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ കെമിക്കലി റിഫൈൻഡ് ചെയ്തെടുക്കുന്ന മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ നമുക്കിത് സാധ്യമല്ല. അപ്പൊ ഇതിൽ ഈ ഒരു ഫിസിക്കലി റിഫൈൻഡ് ചെയ്തെടുക്കുന്ന എണ്ണയിൽ അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ ഇ, ഓറിജിനൽ എന്നിവ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ദഹനത്തിനും മറ്റ് ഗട്ട് ഹെൽത്തിനും എല്ലാം നമുക്ക് നല്ലതാണ്. അപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഭാരം തോന്നാതെ നമ്മുടെ ദഹനത്തെ സുഗമമാക്കുന്ന ഒരു പ്രക്രിയ റൈസ് ബ്രാൻഡ് ഓയിൽ നടക്കുന്നുണ്ട്. അപ്പം റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഭക്ഷണം പാചകം ചെയ്യുന്ന ആരാണെന്നെങ്കിലും അവർക്ക് അത് അറിയാൻ സാധിക്കും അതിന്റെ ഒരു ക്വാണ്ടിറ്റി. ഇപ്പൊ ഒരു കട്ടിയുള്ള ഒരു ലിക്വിഡ് പോലെയാണ് ഈ എണ്ണ വരുന്നത്, നല്ലൊരു കളറും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിക്കുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അപ്പൊ 2 സ്പൂൺ ഉപയോഗിക്കുന്നതിന്റെ ഒരു അളവ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള മാർക്കറ്റിലെ എണ്ണ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പം 2 സ്പൂൺ ഉപയോഗിക്കുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ 1 സ്പൂൺ ഒന്ന് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആരോഗ്യം നമുക്ക് ഈ റൈസ് ബ്രാൻഡ് ഓയിലിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓയിൽ തന്നെയല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സാൾട്ട്, പഞ്ചസാര, ഇതൊക്കെ നാച്ചുറൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഈ റൈസ് ബ്രാൻഡ് ഓയിലിന് മാത്രമുള്ളോ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത? അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണല്ലോ, അപ്പം ഞാൻ മറ്റ് സൺപ്യൂർ ഓയിലാണല്ലോ, അല്ലെ സൺഫ്ലവർ ഓയിലാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു റൈസ് ബ്രാൻഡ് ഓയിലിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമുക്ക് അതിനെ കുറിച്ചുള്ള ക്ലാസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ വേറൊരു വ്യക്തി നമ്മൾ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ വേറൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവരോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഈ റൈസ് ബ്രാൻഡ് ഓയിലിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിച്ചിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിലും
മറ്റു ഓയിലുകളും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് നമുക്കൊന്ന് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ശരിക്കും നമുക്ക് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയായിട്ടായിട്ട് നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മൾ എടുത്തൊന്ന് താരതമ്യം ചെയ്ത് നോക്കും, വെളിച്ചെണ്ണയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? സാച്ചുറേറ്റ് ഫാറ്റ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സാച്ചുറേറ്റ് ഫാറ്റ് കൂടുതൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയുടെ ഉപയോഗം നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും, അതായത് ഭക്ഷണങ്ങളിൽ പലഹാരങ്ങളായിട്ടും അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടുതലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? കൊളസ്ട്രോൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ തവിടെണ്ണയെ കൊണ്ടുവരികയാണെങ്കിൽ തവിടെണ്ണയിൽ ഓറിജിനൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഓറിജിനൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കൊളസ്ട്രോളിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലിനെ നമുക്ക് കൊണ്ടുവരാം. സൺഫ്ലവർ ഓയിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ സൺഫ്ലവറിനകത്ത് നമുക്ക് കൂടുതൽ കാണുന്നത് omega-6 മാത്രം കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ സൺഫ്ലവർ ഒന്നും നമുക്ക് അത്ര ഒറിജിനൽ എണ്ണയൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. സൺഫ്ലവർ ഒന്നും അധികം ചെടികളൊന്നും ഇപ്പം ഈ ബാംഗ്ലൂരിലോ ഈ മണ്ടിയായിലോ ഒന്നും ഞാൻ കാണുന്നില്ല. പോകുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ അത്രയും സൺഫ്ലവർ ഇട്ടുള്ള എണ്ണയൊന്നും നമുക്ക് കിട്ടത്തില്ല. അതിന്റെ ഒരു ലെസൻസ് മാത്രം ഇട്ടാണ്, കെമിക്കൽ ലെസൻസ് മാത്രം ഇട്ടാണ് ഇവർ ഈ എണ്ണ നമുക്ക് നൽകുന്നത്. അപ്പൊ അതിനകത്ത് ഈ omega-6 ഒന്നും കൂടുതലിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഒറിജിനൽ ആണെന്ന് നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്ന എണ്ണയിൽ ഈ omega-6 മാത്രമേ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ ഇതൊരു ദീർഘകാലം നമ്മൾ ഉപയോഗിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലമേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ തവിടെണ്ണയിൽ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ തവിടെണ്ണയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ omega-3, omega-6, omega-9 എന്നിവ നമ്മുടെ ശരീരത്തിന് സുരക്ഷിതത്വം നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഗട്ട് ഹെൽത്തിനും നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും, നല്ല ഗുഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സോയാബീനിന്റെ എണ്ണയെ നമുക്ക് കൊണ്ടുവന്ന് നോക്കാം, നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലിനോടൊപ്പം. അപ്പൊ ഈ സോയാബീനിൻ എണ്ണയിൽ നമുക്ക് കാണുന്നത് അത് ഹൈലി പ്രോസസ്ഡ് ആണ്. ഈ ഹൈലി പ്രോസസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു തവിടെണ്ണ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അപ്പം ഇതിനകത്ത് ഉള്ള നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് ഇത് ശരീരത്തിന്റെ ഒരു സുഹൃത്തായിട്ട് നമുക്ക് നിലനിൽക്കുകയാണ് നമുക്ക് ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് പാം ഓയിലുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പൊ പാം ഓയിൽ ശരിക്കും വെളിച്ചെണ്ണയിലുള്ള പോലെ തന്നെ സാച്ചുറൈസ്ഡ് ഫാറ്റ് കൂടുതലാണ്. അപ്പൊ ഇത് വെളിച്ചെണ്ണയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പാം ഓയിലുണ്ട്. അപ്പൊ ഇതിന് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? കൊളസ്ട്രോൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഹൃദയാഘാതം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ തവിടെണ്ണയുടെ ഗുണം എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ഓയിൽ ആയതുകൊണ്ട് ദഹനത്തിന് വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വയറിന് ഭാരം തോന്നില്ല. അമിത ആഹാരം ഒഴിവാക്കി നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ കൊണ്ടുവരുന്നത് ഒലീവ് ഓയിലിനെയാണ്. ഒലീവ് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും സാലഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഒഴിച്ചു കഴിക്കുന്നതാണ്. അപ്പം ഒലീവ് ഓയിലിന് ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിൽ ഹീറ്റ് ചെയ്ത് നമുക്ക് ഡീപ് ഫ്രൈ വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇന്ത്യൻ ഒരു കുക്കിംഗ് ഓയിലാണ് റൈസ് ബ്രാൻഡ് ഓയിൽ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഇന്നത്തെ ഒരു വെൽനസ് ഒരു കാലത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിന്റെ എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കി വെസ്റ്റേജ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി വളരെയധികം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് നമ്മുടെ ഫിസിക്കൽ റിഫൈൻഡ് ചെയ്ത റൈസ് ബ്രാൻഡ് ഓയിൽ. അപ്പൊ ഇന്ന് രോഗങ്ങളുടെ ഒരു കാലമാണ്. വരും കാലങ്ങളിൽ ഒരു വെൽനസ് കാലമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് കനിഞ്ഞു നൽകിയതാണ് എല്ലാ പ്രോഡക്റ്റിലും തന്നതുപോലെ തന്നെ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ. അപ്പം നമ്മൾ ഈ റൈസ് ബ്രാൻഡ് ഓയിലിന്റെ മാനുഫാക്ചറിങ്ങും അതിന്റെ ഗുണങ്ങളും പോഷകങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇപ്പൊ നമ്മള് ഈ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഒക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കെമിക്കൽ റിഫൈൻഡ് ഓയിലൊക്കെ മേടിച്ചു ഉപയോഗിക്കുന്നവരായിരുന്നെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ അതെല്ലാം ഒന്ന് മാറ്റി, നിങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റി
ഈ ഒരു ബ്രാൻഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് പല അസുഖങ്ങളിൽ നിന്നും, കൊളസ്ട്രോളിൽ നിന്നും, ബിപിയിൽ നിന്നും, അതുപോലെ ഡയബറ്റീസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു നോക്കി. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്റെ ഒരു അനുഭവം, ഇന്ന് ഞാനൊരു സ്റ്റേറ്റസ് ഇടുവാണെങ്കിൽ ഏറ്റവും ആദ്യം എനിക്ക് ലൈക്ക് അടിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം മനസ്സിലാക്കി എനിക്ക് ഇന്ന് ഈ റൈസ് ബ്രാൻഡ് ഓയിലിന് കുറച്ച് കസ്റ്റമറൊക്കെ എനിക്ക് കിട്ടി. അപ്പം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് അത് ഇതിലേക്ക് ഇവരെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ നമ്മൾ എല്ലാവരും ആരൊക്കെ നമ്മൾ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കുന്നില്ല, മറ്റു വിപണിയിൽ കിട്ടുന്ന ഏതൊരു എണ്ണയാണ്, അപ്പൊ വെളിച്ചെണ്ണ പോലും ആയിക്കോട്ടെ, വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ അമിതമായ ഉപയോഗം നമുക്ക് ദോഷകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ടേസ്റ്റ് നോക്കി നമ്മൾ കേരളീയനാണ്, നമ്മളത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാക്ട് കൂടുതലായതുകൊണ്ട് നമ്മൾ അതൊന്ന് അവോയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൈസ് ബ്രാൻഡ് ഓയിലിലേക്ക് ഒന്ന് കടന്നു വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിനകത്തെ ഗുണങ്ങള് നമ്മുടെ ശരീരത്തിന് പോഷകങ്ങളും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ നല്ലൊരു ആരോഗ്യമാണ് നമുക്കിവിടെ നമ്മുടെ വെസ്റ്റേജ് കമ്പനി നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് സമ്പാദിച്ചെടുക്കുവാനും ഒക്കെ എല്ലാത്തിനും ഒരു നല്ല ഒരു സിറ്റുവേഷൻ നമുക്ക്, ഓരോ ഓപ്പർച്യൂണിറ്റി നമുക്ക് കമ്പനി നൽകിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു റൈസ് ബ്രാൻഡ് ഓയില്, നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ഓയിലൊക്കെ ഒന്ന് മാറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നല്ലൊരു ജീവിതം വരട്ടെ. ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു റിവ്യൂവിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കരീം സാറ് ജോയിൻ ആയിട്ടുണ്ടാവും. സാറിന് നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ പറയാൻ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. അപ്പം എന്നെ ഇപ്പോൾ ഇത്രയും സമയം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ഓൾ, വിഷ് യു വെൽ. ഓക്കെ, താങ്ക് യു മാം. വളരെ വ്യക്തമായിട്ട് തന്നെ മാം റൈസ് ബ്രാൻഡ് ഓയിലിനെ പറ്റി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാമിന്റെ എക്സ്പീരിയൻസും നമ്മളടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ സെയിം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കരീം സാറിനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഈ ഒരു റൈസ് ബ്രാൻഡ് ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു മാറ്റത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സാറിന്റെ വീട്ടിൽ നടന്ന കല്യാണ ഫംഗ്ഷനിലുള്ള എക്സ്പീരിയൻസും കൂടിയാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. സർ പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കാമോ? വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. ഞാന് ആദ്യമായി എൻ്റെ വെസ്റ്റേജിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് ആരോഗ്യത്തോടുള്ള ദീർഘായുസ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിജയത്തിലേക്ക് കടക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുൽ കരീം എന്നാണ്. എൻ്റെ ഒരു മുസ്ലിയാരെന്നും കൂടെ വരുന്നുണ്ട്, കാരണം അത് എൻ്റെ ജോലി പള്ളിയിലായതുകൊണ്ട് മുസ്ലിയാരെന്നാണ് പറയാറ്. അപ്പൊ ഞാൻ പള്ളിയിലാണ് ജോലി. എറണാകുളത്താണ് എൻ്റെ വീട്. എറണാകുളം ജില്ലയില് എടത്തല പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽപ്പെട്ട കരൂര് എന്നുള്ള ഒരു പള്ളിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ അപ്ലൈൻ ദിലീപ് സാറാണ്. അതിന്റെ മെന്റർ ബഹുമാനപ്പെട്ട ഷാജി സാറാണ്. ഞാൻ ഇതിനകത്തേക്ക് വരാൻ ഉള്ള കാരണം, എൻ്റെ വാട്സപ്പിൽ ആയിരക്കണക്കിന് 1,000-2,000 മെസ്സേജുകൾ എൻ്റെ വാട്സപ്പിൽ വരാറുണ്ട്. കൂടുതലും ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു ഇത് വന്നപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുകയും അത് ഒന്ന് നോക്കുകയും, അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറാം എന്ന് പറഞ്ഞ് ഞാൻ ആ സൂം മീറ്റിംഗിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അന്ന് തന്നെ ഞാൻ നടക്കുന്ന ക്ലാസ്സിൽ, ഏതോ ഉച്ചക്കാണോ ഒരു രാത്രിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു. ഷാജി സാറാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്, ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് ഒരു വിജയത്തിലേക്കുള്ളൊരു പാതയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുകയും പിറ്റേ ദിവസം തന്നെ ഞാനത് ഇതിന്റെ ID എടുക്കുകയും അന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്യുകയും ചെയ്തു. എനിക്ക് സാധനങ്ങളൊക്കെ എന്തൊക്കെ മേടിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല, കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു.
അന്ന് തന്നെ ഒരു 280 240 42 പോയിന്റ് ആയിരിക്കും. പോയിന്റിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ദിലീപ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുറച്ചും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു 300 പോയിന്റ് നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ 8% നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പോയിട്ട് അതും ഫിനിഷ് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മനസ്സിനെ നല്ല ഉറപ്പ് വേണം, നല്ല ദൃഢനിശ്ചയം വേണം. ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഇന്നത് പ്രവർത്തിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ആ ദൃഢനിശ്ചയമാണ് എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും എനിക്കത് റിസൾട്ടുകൾ പലതും കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല, കാരണം റൈസ് ബാൻഡ് ഓയിലിന്റെ പറ്റിയാണ് ഇത് വിശദീകരിക്കേണ്ടത്. അപ്പോ അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറി. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസയൊക്കെ, ചെറിയൊരു പൈസയൊക്കെ നമുക്ക് ബാങ്കിലേക്ക് വന്നപ്പോ എന്റെ കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഏറ്റവും നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുത്ത് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും, അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ കയറിയതുപോലെ എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് കയറി കാരണം എന്നെ പോലെ കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ്. 15,000 രൂപ അല്ലെങ്കിൽ അതിന്റെ താഴെ ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ് എന്റെ അധികം കൂട്ടുകാരും. അപ്പൊ അവരെയും കൂടി രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് അവരെ ഷാജി സാറിനെയും മറ്റുള്ളവരൊക്കെ ചെയ്തു. എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു അവരെ കൊണ്ട് പറയിപ്പിച്ചു കൊടുത്തു. ഞാൻ തന്നെ യൂട്യൂബിൽ നിന്നും അവിടെ നിന്നൊക്കെ തെരഞ്ഞെടുത്ത് ഞാൻ തന്നെ അവർക്കൊരു ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ വിപരീതം നമുക്ക് എന്താ പറയാ, അവരൊന്നും അത് ഒരു ഉൾക്കൊണ്ടിട്ടില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചേർന്നിട്ട് ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞു. നവംബർ ലാസ്റ്റാണ് ഞാൻ ഈ വെസ്റ്റേജിലേക്ക് വരുന്നത്. അങ്ങനെ വരികയും ഞാൻ അതിനകത്ത് നല്ല ഉറപ്പിച്ച് ഞാൻ നിൽക്കുകയുമാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും, നിങ്ങളെന്താ ഇത്രയും ദിവസമായിട്ടും ഇത്രയും നാളായിട്ട് എനിക്കിപ്പോ ഒരു 3 ആളെ എനിക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന മെയിനായിട്ട് ആളെ ചേർക്കലല്ല എന്റെ പരിപാടി. ഞാനിപ്പോ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പോകും. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് കുറെ ആയുധങ്ങൾ വേണം. ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആയുധം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോ ഒരു യുദ്ധത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ അതിന്റെ ആയുധം ശേഖരിക്കുക. ആയുധം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേജിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൃഢനിശ്ചയം. പിന്നെ എനിക്ക് നല്ലൊരു ഉറപ്പ്, മനസ്സിന് നല്ല ഉറപ്പുണ്ട്. ഈ വെസ്റ്റേജിൽ നിന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ടും ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ വിടണില്ല. എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുകയും ഓരോരുത്തരോടും ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്കത് നല്ലതാണ്, അതിനകത്ത് ചേർന്നാൽ നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ അവര് ഇങ്ങനെ, എന്തായി നിന്റെ കാര്യം, എന്തായി, നമുക്ക് വല്ലതും കിട്ടിയോ? ഞാൻ പറഞ്ഞു കിട്ടും. നമുക്ക് ഒരു കവിത ഞാൻ ഓർക്കുകയാണ്. ചിലരോ ക്ഷമിക്കും നീതരിക്കും ഉടന വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാന്നുള്ളൊരു കവിത ഉണ്ട്. അതായത് നമ്മൾ അമ്പും വില്ലും എടുത്തിട്ട് അമ്പ് വെച്ചിട്ട് വില്ല് പുറയിലേക്ക് വലിക്കും. എന്തിനാ അത്? നമ്മൾ എയ്യുന്ന അമ്പിന്റെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നാം പുറയിലേക്ക് വലിക്കുന്നത്. എന്നതുപോലെ ഞാൻ ഇങ്ങനെ പുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറയിലേക്ക് പോയി ഞാൻ ആളെ ചേർക്കാതെ ഒന്നും ഞാൻ തന്നെ എന്റെ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്റെ PV കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഏതാണ്ട് 12% അടുത്തായിട്ടുണ്ട്. ഈ കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 12% എനിക്ക് ആവാൻ കഴിയും. ഞാൻ ഇതുവരെ ആളെ ചേർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പലരോടും പറഞ്ഞു നോക്കി, അപ്പോഴൊക്കെ എനിക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. നെഗറ്റീവ് അവരിൽ നിന്ന് വരുമ്പോ തന്നെ എനിക്ക് അവരോട് ദേഷ്യമുണ്ടെങ്കിലും ആ ദേഷ്യത്തിന് ഞാൻ ഓടിപ്പോയിട്ട് എന്റെ 2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ DSLB എറണാകുളത്തെ ഇതിൽ പോയിട്ട് ഞാൻ അപ്പൊ തന്നെ പോയി എന്തെങ്കിലും ആ ഊർജം പോകാതിരിക്കാൻ, അതായത് അവര് പറഞ്ഞ നെഗറ്റീവ് നമുക്ക് അത് മനസ്സിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഉടനെ ഞാൻ ആ ദേശത്തിന് പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഞാൻ പോയി അവിടുന്ന് മേടിക്കും. അപ്പൊ അതിന്റെ ആ ഊർജം എനിക്ക് ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഭയങ്കര ഒരു ഇതില് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ അവര് ഇപ്പൊ തൃശ്ശൂര് ഞാൻ ചേരുമ്പോ തന്നെ തൃശ്ശൂർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തേക്ക് ഷാജി സാറ് ഇങ്ങനെ പോണോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ
ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒന്നാമതായി ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിന് പോയി അതിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ നല്ല ആവേശമായി. എനിക്ക് ഇതിന് തന്നെ നിൽക്കണം, പ്രവർത്തിക്കണം. എന്നാലും ഞാൻ ആളെ ചേർക്കാൻ നിന്നിട്ടില്ല. കാരണം എന്തിനാ നമ്മളൊന്നും പഠിക്കാതെ എല്ലാം പഠിച്ച് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പുറകിലേക്ക് നിൽക്കണം. ഞാൻ ആ കവിത പാടിയതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ പുറകോട്ടുള്ള മാറ്റം, അതായത് നല്ല സ്പീഡോടുകൂടി പോകാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ആയുധം ഞാൻ പഠിക്കുക, രണ്ടാമത്തെ ആയുധം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുക. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയുധങ്ങൾ. അപ്പോ അത് ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ ആരെയും ഇപ്പൊ ചേർക്കുന്നില്ല, ആരോടും ഞാൻ അങ്ങനെ അത്ര പ്രസ്സായിട്ട് പറയണമെന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവര് കളിയാക്കും. എന്തായി കാറ് കിട്ടുമോ, വീട് കിട്ടുമോ, അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടി ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മുന്നില് റോൾസ് റോയ്സ് കാറില് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് ഇറങ്ങും, അതുവരെയാണോ നിങ്ങൾ കാണും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അപ്പൊ പിന്നെ അവര് കളിയാക്കാൻ തുടങ്ങി. റോൾസ് റോയ്സിന്റെ മുതലാളി വന്നിട്ടുണ്ട്, റോൾസ് റോയ്സിന്റെ മുതലാളി വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കലാണ്. എന്തായാലും നിങ്ങൾ കണ്ടോ, ഞാൻ നമ്മളെ അറബിയിൽ പറയുമ്പോൾ ഇൻഷാ അള്ളാ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നാണ് പറയാ. അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിറങ്ങുമെന്ന് ഞാൻ വളരെ കർശനമായിട്ട് പറയും. കാരണം റോൾസ് റോയ്സ് കാറ് ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ പേര് തന്നെ എനിക്ക് അറിയാൻ പാടില്ല. എന്താ അത് തന്നെയാണോ, അത് എന്റെ വായി തോന്നിയാണ് പറഞ്ഞെന്നുള്ളൂ. ഞാൻ സാധനത്തിനെ കണ്ടിട്ടില്ല, ആ കാർ തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എന്നാലും കണ്ടിട്ടില്ലെങ്കിലും അങ്ങനത്തെ ഒരു കാർ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതിനകത്ത് ഞാൻ വന്ന് ഇറങ്ങുമെന്നും പറഞ്ഞ് ഇവരെ ഇപ്പൊ എന്നോട് കളിയാക്കണം, റോൾസ് റോയ്സിന്റെ മുതലാളി വന്നിട്ടെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ എന്നെ കളിയാക്കണം. ഏതായാലും കളിയാക്കണ കൂടുന്തോറും എനിക്ക് ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് ഈ മാസം ഞാൻ ചെയ്തത് 465 തോന്നുന്നു. ഈ മാസം ഇപ്പൊ ഈ 6-ാം തീയതി വരെ, 7-ാം തീയതി അല്ലായിട്ടു. ഇതുവരെ ഞാൻ ചെയ്തത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് കൂടും. അപ്പൊ ഞാൻ പോയിട്ട് ഒന്നുകൂടെ പർച്ചേസ് ചെയ്യും. അപ്പൊ അതിപ്പോ 462 ആയിട്ട് ഞാൻ ഇന്നലെയും കൂടെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഓരോരുത്തരോട് പറയുമ്പോ അവര് നെഗറ്റീവ് പറയുമ്പോ ഞാൻ നേരെ പോയിട്ട് ഇത് ചെയ്യണം. അതെന്റെ ആവേശം. അപ്പൊ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഏതായാലും ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചതിന്റെ കൂട്ടത്തില് ബൈസാൻ ഓയിൽ മേടിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ തന്നെ കൊടുത്തു. ഭാര്യ ഇതെന്തെന്നത്, ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇതെന്താണെന്ന്, അതൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഞാൻ കൊണ്ടുവന്നത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ ഇവിടുന്ന് മേടിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ മേടിക്കൂല. ഞാൻ വെളിച്ചെണ്ണ മേടിക്കും, അതുപോലെ സൺഫ്ലവർ ഓയിൽ, പിന്നെ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അതൊക്കെ ഞാൻ നിർത്തുകയാണ്. ഇനി ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു. അങ്ങനെ 36 ഇപ്പൊ ഞാൻ തന്നെ മേടിച്ചുകൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് നിർബന്ധം പിടിച്ചിട്ട് 36 തന്നെ അത് ഉപയോഗിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ അതിനകത്തേക്ക് പിന്നെ ഞാൻ അത് തന്നെ ആക്കി കഴിഞ്ഞപ്പോഴാണ് എന്റെ മകന്റെ കല്യാണം വന്നത്. കല്യാണം വന്നു കഴിഞ്ഞപ്പോ ഞാന് അപ്പൊ എന്തായാലും എനിക്ക് ഈ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ച് തന്നെ ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിച്ച ചെറിയൊരു പരിചയമുള്ളൂ, എനിക്ക് വലിയ ഇതിനെപ്പറ്റി വലിയൊന്നും അറിവുമില്ലല്ലോ. ഏതായാലും ഞാൻ കുറെ കാറ്ററിംഗ് ആൾക്കാരോട് ചെന്ന് പറഞ്ഞു, എനിക്ക് എന്റെ മകന്റെ കല്യാണം വന്നിട്ടുണ്ട്, അപ്പോ കല്യാണത്തിന് നിങ്ങളുടെ കാറ്ററിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ വേറൊരു കാര്യമുണ്ട്, ഞാൻ തരുന്നൊരു ബ്രാൻഡ് ഓയിലുണ്ട്, അത് വെച്ചിട്ടേ നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, അതിനാണെങ്കിൽ സമ്മതം. അപ്പൊ അവർ പറഞ്ഞു, ഇത്ര നാളും ഞങ്ങൾ ചെയ്തതിന്റെ ഞങ്ങളുടെ പേര് പോവും, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തരുന്നൊന്നും വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി പരിചയമില്ല എന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ നാട്ടിലുള്ള ഒരു ആറ് കാറ്ററിംഗ് ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവര് പറയണത് ഇത് തന്നെയാണ്. ഏതായാലും ഞാൻ അന്വേഷിച്ച് പിടിച്ച് വേറെ ആളെ കണ്ടുപിടിച്ചു. അപ്പൊ അയാളോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിലല്ലാത്ത എന്റെ നാടിന്റെ അപ്പുറത്തുള്ള ഒരു 5-6 കിലോമീറ്റർ അകലെയുള്ള ഒരു കാറ്ററിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചു. അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണമുണ്ട്, കല്യാണത്തിന് നിങ്ങളുടെ കുക്കിംഗ് ആണ് എനിക്ക് വേണ്ടത്, അപ്പൊ ഞാൻ തരുന്ന ഓയിൽ വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഓയിൽ വെച്ചിട്ട് എനിക്ക് കുക്ക് ചെയ്യണ്ട, എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയുന്നതിലാണ്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങള് പറയുന്ന ഓയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാം, നിങ്ങളുടെ ഓയിൽ ഏതാണെന്ന്, റൈസ് ബ്രാൻ ഓയിൽ എന്നാണ്. അപ്പോ അത് എലൈറ്റ് റൈസ് ബ്രാൻ ഓയിലാണ്. അത് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ പേരേ കേട്ടിട്ടില്ല. ഏതായാലും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പറയും പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
നിങ്ങൾ പറയുമ്പോഴോ ചെയ്തോളാം, പക്ഷെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല, അത് നിങ്ങൾ എഴുതി വെച്ചെന്നു പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന കുക്കിംഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഞാൻ തരുന്ന ഓയിലിൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ ഫുൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അയാൾക്ക് ഒരു ഉറപ്പായി. അങ്ങനെ അയാള് സമ്മതിച്ചു. അങ്ങനെ എനിക്ക് ലിസ്റ്റ് തന്നു, ഇത് വാങ്ങിക്കാനുള്ള ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റില് 27 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് പറഞ്ഞിരുന്നത്. 27 ലിറ്റർ. പിന്നെ 5 കിലോ RKG, അതുപോലെ ഒരു 6-7 കിലോ വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് തന്നെ. ഞാൻ പറഞ്ഞു, ഇതൊന്നും വാങ്ങിക്കാൻ പറ്റൂല, ഞാൻ തരുന്ന ഓയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ നിങ്ങളുടെ ഓയിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ നമ്മുടെ 2 ലിറ്ററിന്റെ ഇതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ളത് 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിച്ചപ്പോ, എന്നാ ഒരു 13 ആകുമ്പോ 26 എന്ന് പറഞ്ഞു. എന്നാ അത് മേടിക്കാന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഇവിടെ പോയി, എറണാകുളത്ത് പോയി അതിന്റെ ഇത് മേടിച്ചു. 13 ബോട്ടിൽ വാങ്ങിച്ചു. 13 ബോട്ടിൽ വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. എന്നിട്ട് എനിക്ക് വിശ്വാസം വരാനിട്ട് ഞാൻ ഒരാളെ കാവലും നിർത്തി. കാരണം ഇവര് ഞാൻ കൊടുക്കുന്ന ഓയിൽ തന്നെ ആണോ ചെയ്യുന്നത്, അല്ലാതെ അവരുടെ വേറെ ഓയിൽ ചേർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളവിടെ നോക്കാൻ വേണ്ടി നിർത്തുകയും അവരത് പാകം ചെയ്യുകയും. അപ്പൊ എനിക്കും പേടിയുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കല്യാണമല്ല, 10,000 ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ അതെങ്ങാനും മോശം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചെറിയൊരു പേടി എനിക്കുണ്ടായാലും ഒരു ധൈര്യത്തിന് ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ അത് എന്റെ ദൈവം എനിക്ക് അനുഗ്രഹിക്കും, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് എന്റെ മനസ്സിൽ ഏതായാലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയാ, ഞാൻ അത് നിർബന്ധമാക്കി അതങ്ങനെ ചെയ്തു. പച്ചക്കറിയുടെ ഒരു സ്റ്റാളൊന്നും ഞാൻ ഇട്ടില്ല. കാരണം കല്യാണം ഉണ്ടാകുമ്പോൾ ഒരു പച്ചക്കറിയുടെ വെജിറ്റേറിയൻ വിഭാഗം വേറെ ഉണ്ടാവാറുണ്ട്. ഞാൻ അതൊന്നും ഇട്ടില്ല. ഒരു 5 കിലോ വെറും ചോറും വെച്ച് അതിന്റെ കൂടെ ചെറിയൊരു പച്ചക്കറി ആർക്കേലും വേണ്ട. എന്നിട്ട് ആരും പച്ചക്കറിയുടെ സെക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ആരും എന്ത് ചെയ്തില്ല, ആരും ആ 5 കിലോ അരി വെച്ചത് അതുവരെ ബാക്കിയായി. അതായത് വെറും ചോറ് വെച്ചത് ബാക്കിയായി പോയി. എല്ലാവരും വന്ന എല്ലാവരും ബിരിയാണി കഴിക്കാത്ത ആളുകൾ വരെ എല്ലാവരും ബിരിയാണി കഴിക്കുകയും എല്ലാ ആളുകളും എന്നോട് വന്ന് അഭിനന്ദനം പറയുകയും, നല്ല ഫുഡായിരുന്നു, നീ ആരാണ്, ഏത് കുക്കാണ് ഇത് ഏൽപ്പിച്ചത്? ഞാൻ ഒരു കുക്കിന്റെ പവർ അല്ല, ഞാൻ കൊടുത്ത റൈസ് പാൻ ഓയിലിന്റെ പവറാണ്. അത് ഏതായിരുന്നു, ആ വെസ്റ്റേജ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. അതിന് ഞാൻ ആ ഓയിലാണ് ഉപയോഗിച്ചിട്ട് ഈ ഭക്ഷണം തയ്യാറാക്കിയ, അതിന്റെ മിടുക്കാണ്, അല്ലാതെ കുക്കിന്റെ മിടുക്കല്ല. എന്ന് കുക്കിന്റെയും കൂടെ ഉണ്ട്, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ആ രുചിയും ഉണ്ട്, ഞാൻ കൊടുത്ത സാധനത്തിന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ നമുക്കതൊന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നിർഭാഗ്യവശാല് നമ്മുടെ വിമൽ സാറിനെയും മനോജ് സാറിനെയൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വരാണെങ്കിൽ നമ്മുടെ വേദിയിൽ നമ്മുടെ വെസ്റ്റേജിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ക്ലാസ് അവരെ കൊണ്ട് എടുപ്പിക്കണമെന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്കെന്തോ തിരക്കൊക്കെ ആയതുകൊണ്ട്, സാറന്മാർക്ക് എന്തോ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ജ്യോതിസ് കുമാർ സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വലിയ വലിയ തിരക്കുകളുള്ള ആൾക്കാരാണല്ലോ. അപ്പോ അവർക്കന്ന് വരാൻ പറ്റിയില്ല. ഒരു ദിലീപ് സാർ മാത്രം, അവരുടെ ഭാര്യ മാത്രം വന്നുള്ളൂ. പക്ഷെ അവർക്കും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് വന്നത് നമ്മുടെ പെണ്ണിന്റെ വീട്ടിലേക്കാണ് അവർ വന്നത്. അവർക്കും അതിന്റെ ഭാഗ്യം അവർക്കും ഉണ്ടായില്ല. ഏതായാലും എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാല്, നാട്ടിലുള്ള എല്ലാവരും, ഞാൻ ക്ഷണിച്ച എല്ലാവരും ഒരു മൈനസ് പോയിന്റ് പറഞ്ഞില്ല, എല്ലാവരും പ്ലസ് ആയിട്ട് പറഞ്ഞു. നല്ല ഒരു ഭക്ഷണമായിരുന്നു. ഇതുവരെ ഞങ്ങൾ കഴിക്കാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതിനകത്ത് നിന്നാല് നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന് നമ്മുടെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ എന്റെ വെസ്റ്റേജിന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ മനസ്സിന് നല്ല ഉറപ്പുണ്ടാകട്ടെ. ഈ ബിസിനസ്സിലേക്ക് അവര് കടന്നു വന്ന് വിജയത്തിലേക്ക് ദൈവം എത്തിക്കട്ടെ എന്ന്
ഞാൻ എല്ലാവർക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദൃഢനിശ്ചയം ചെയ്യിപ്പിച്ചിട്ട്, ദൃഢനിശ്ചയം നല്ലതെങ്കിലെന്തും ചെയ്യടോ, ദൈവാനുഗ്രഹം പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്നൊരു കവിത ഇങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി പറഞ്ഞാണ്. അപ്പോ ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. വിഷയോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേസ്റ്റേജിൽ ഉറച്ചു നിന്നോ, എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവും. ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുക, നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക, കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുക. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ ഈ ഒരു മാസം കൂടെ ഞാൻ ഈ പള്ളിയിൽ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഞാൻ പരിപൂർണമായിട്ടും വെസ്റ്റേജിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ്. ഈ റമദാൻ വരുന്നത്, റമദാന് പള്ളിയിൽ നിന്ന് റമദാൻ കഴിഞ്ഞ അടുത്ത പെരുന്നാളോടുകൂടി ഞാൻ ഈ പള്ളിയിൽ നിന്ന് പിരിയാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് പിരിഞ്ഞ് പരിപൂർണമായിട്ടും ഞാൻ വെസ്റ്റേജിലേക്ക് തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഷാജി സാർ പറഞ്ഞ് ഡൽഹിയിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞത്, സാറേ റമദാന്റെ ആ ടൈമാണ് എനിക്ക് പറ്റൂല, എനിക്ക് ലീവ് കിട്ടൂല, അതിന് മുമ്പാണ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ് 13, 14, 15 പറഞ്ഞപ്പോ ഉടനെ തന്നെ ഞാൻ പോയിട്ട് അപ്പൊ തന്നെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡൽഹിയിൽ നടക്കുന്ന പരിപാടിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. എറണാകുളത്ത് നടക്കുന്ന പരിപാടിക്കും ഞാൻ ടിക്കറ്റ് ആദ്യം തന്നെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ കുടുംബവും, പിന്നെ എനിക്ക് വേറെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാല് ഭാര്യക്ക് ഞാൻ കണ്ടിട്ട് കുറെ അസുഖങ്ങളുണ്ട്. തൈറോയിഡിന്റെ ഉണ്ട്, പിന്നെ അവൾക്ക് ഷുഗർ ഉണ്ട്, പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഉണ്ട്. അങ്ങനെ പല അസുഖങ്ങളുള്ള ഒരു ഭാര്യയാണ് എൻ്റെ. അപ്പോ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അങ്ങനെ മനസ്സോടെ എൻ്റെ നിർബന്ധത്തോടൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ നമ്മുടെ അവാർഡ് ഫംഗ്ഷന് ഞാൻ ഭാര്യനെയും കൂട്ടി ഞാൻ പോന്നു. എൻ്റെ മോളെയും കൂട്ടി ഭാര്യനെയും കൂട്ടി വന്നപ്പോൾ അവര് കണ്ട് അത്ഭുതപ്പെട്ടു. നമ്മുടെ എല്ലാ വേദികളിൽ വരുന്ന ആളുകൾ ഓരോ 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 വിജയത്തിലേക്ക് വന്നിട്ട് ആ സ്റ്റേജിലേക്ക് കയറുന്ന ആളുകളെ കണ്ടപ്പോൾ ഇവർക്ക് നിങ്ങൾക്കും ഇതുവരെ ആകാൻ പാടില്ല എന്ന് വെച്ചിട്ട് എന്നെ ചീത്ത പറയാറുണ്ട്. ഏതായാലും ഭാര്യ ഇപ്പൊ എന്റെ കൂടെ ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മേടിച്ചു കൊടുക്കുന്ന എല്ലാം അവള് കഴിച്ചു. വേറൊരു കാര്യം ചെയ്തു, ഒരു മണ്ടത്തരം ചെയ്തെന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ട് പറ്റാൻ നിർത്തിയിട്ട് 36 ഇത് മാത്രമായി. അപ്പൊ പെട്ടെന്ന് ഷുഗർ കൂടിപ്പോയി. ഒരു 600, ഭക്ഷണത്തിന് മുമ്പ് 300, ഭക്ഷണത്തിന് ശേഷം 600 പോയി. ഞാൻ പേടിച്ചുപോയി. പക്ഷെ എന്തൊക്കെ ആവുന്നു. അപ്പോ കിഡ്നിയുടെ ടെസ്റ്റ് എടുത്ത് നോക്കി, കൊളസ്ട്രോള് നല്ലതും ചീത്തയും വേർതിരിച്ച് നോക്കി. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തി. രണ്ടാമത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കുറച്ച് ഗുളികകളൊക്കെ മേടിച്ചു കൊടുത്തു. ഇപ്പൊ ഷുഗർ നേരെ താന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും നോക്കുമ്പോ കൊളസ്ട്രോള് നോക്കുമ്പോ നല്ല കൊളസ്ട്രോൾ കൂടുതലായി. ആദ്യം അവർക്ക് എപ്പോ ടെസ്റ്റ് ചെയ്താലും ചീത്ത കൊളസ്ട്രോളാണ് അധികം കൂടുതലുണ്ടാകുക. ഇപ്പൊ ഈ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചോടെ മുതല് ഈ ചീത്ത കൊളസ്ട്രോള് താഴ്ന്നിട്ട് നല്ല കൊളസ്ട്രോള് കൂടി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറയണ്ട, ഞാൻ റൈസ് ബ്രാൻ ഓയിലിന്റെ ഗുണമാണ് ഇത്. അപ്പൊ നിനക്ക് 600 ഷുഗർ ആയിട്ടും നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഷുഗർ ആ ഗുളിക നടത്തിയതിന്റെ ഷുഗർ അങ്ങോട്ട് കൂടി പോയെന്നുള്ളൂ. അത് നമുക്ക് കുറക്കാം. പെട്ടെന്ന് കുറഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷ് മരുന്നും നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നോർമലിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇച്ചിരി ഒരു ഇതാവാനുണ്ട്. അത് പെട്ടെന്ന് ആയിക്കോളും. 36 ഇപ്പൊ 78 കിലോ ഉണ്ടായിരുന്നു. നമ്മുടെ കുറെ സാധനങ്ങൾ മേടിച്ചു ഉപയോഗിച്ചു. ഇപ്പോ 71 കിലോയിൽ നിൽക്കുകയാണ് ഇപ്പൊ ആണ്. വളരെ 36 വളരെ എന്റെ തൂക്കം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വെസ്റ്റേജിൽ നിന്നല്ല, ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ഒരു 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 ബ്രാൻഡിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരീരം തടി കുറക്കുക, തൂക്കം കുറക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അതിനകത്ത് ചേർന്ന് ന്യൂട്രീഷന്റെ ഇതിലേക്ക് ചേർന്നു. അവര് പറയും പോലെയൊക്കെ ഞാൻ അവര് പറഞ്ഞപ്പോ തന്നെ ഞാൻ അതിനെപ്പറ്റി പഠിക്കാതെ തന്നെ ഞാൻ കുറെ ആളുകളെ സംഘടിപ്പിച്ചു. പല സ്ഥലത്തും ഞാൻ കുടുംബ മീറ്റിംഗ് വിളിച്ച് കുറെ ആളുകൾ 10-60 ആളുകളെ ഞാൻ സംഘടിപ്പിച്ചു.
അങ്ങനെ 2-3 മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് ഇവര് വന്നു, ക്ലാസ് ഒക്കെ എടുത്തു പോയി. പക്ഷേ 10, 25,000, 30,000 രൂപയുടെ സാധനങ്ങൾ ഞാൻ എൻ്റെ ഭാര്യക്ക് മാത്രം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ആകെ കുറഞ്ഞത് 3 കിലോട്ടാണ് കുറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ നിരാശനായി. ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. ആളുകൾക്കൊന്നും അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും എനിക്ക് അറിവില്ല. അറിയാതെ തന്നെ ഞാൻ ആളുകളെ കൂട്ടി, അതുകൊണ്ട് ആണ് പൊളിഞ്ഞും പോയി. അപ്പൊ അതുപോലെ ആയിരിക്കും ഇതൊന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഷാജി സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രദ്ധാപൂർവം അത് ശ്രദ്ധിക്കുകയും എല്ലാ മീറ്റിങ്ങിനും ഞാൻ പങ്കെടുക്കുന്നു. സൂം മീറ്റിങ്ങിന് എല്ലാത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഒരു മീറ്റിംഗ് പോലും ഞാൻ മിസ്സാകാറില്ല. ഏതെങ്കിലും യാദൃശ്യമായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത മീറ്റിങ്ങിന് ഞാൻ നിർബന്ധമായിട്ടും ഞാനത് കയറാറുണ്ട്. വളരെ എനിക്ക് വളരെ എന്താ പറയാ, എനിക്ക് എൻ്റെ മനസ്സും ശരീരവും ഞാൻ വെസ്റ്റേജിന് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജോലി ഒക്കെ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഈ വരുന്ന പെരുന്നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പരിപൂർണമായിട്ടും വെസ്റ്റേജിലായിരിക്കും എൻ്റെ പ്രവർത്തനം. എൻ്റെ കുടുംബത്തിനെയും കൂടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു 3 ആൾക്ക് ഞാനൊരു ഐഡിയ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ സാധനം വാങ്ങിക്കാനിട്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ച് 100 PV മുകളിൽ ഞാൻ 3 ആൾക്കും മേടിച്ചു കൊടുത്തു. ഇതുവരെ അവർ ആ സാധനങ്ങൾ ഉപയോഗിക്കുകയോ ആ വാങ്ങിച്ച സാധനത്തിന്റെ കാശുകൾ തരുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഞാൻ കാശ് കൊടുത്തൊന്നും അവർക്ക് മേടിച്ചു കൊടുക്കണില്ല. ഇനി വന്നവർക്ക് വരാം, വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം എന്നുള്ള ചിന്തയിലാണ്. ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരെ അല്ലാതെ, കുടുംബത്തിന്റെ അല്ലാതെ വേറെ പുറമെ ഉള്ള ആളുകളെ അധികം കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളെ ബന്ധപ്പെട്ട് വെസ്റ്റേജിലേക്ക് കൊണ്ടുവരാനാണ് എൻ്റെ തീരുമാനം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ. എല്ലാവർക്കും അനുഗ്രഹം. താങ്ക് യു കരീം സർ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സർ നമുക്ക് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ഗ്രേറ്റ് മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ നല്ലൊരു വിജയം ആശംസിക്കട്ടെ സാറിന്. അപ്പോ ഇതേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പൊ ഞാനും എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി തവണ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു വെസ്റ്റേജിൽ ജോയിൻ ചെയ്തപ്പോഴായിരുന്നു റൈസ് ബ്രാൻ ഓയിലിനെ പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മേടിച്ച് യൂസ് ചെയ്യാം, കാരണം എല്ലാവർക്കും ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പോ അമ്മ ആദ്യം പറഞ്ഞത് നെഗറ്റീവ് ആയിരുന്നു. റൈസ് ബ്രാൻ ഓയിൽ അമ്മക്ക് അറിയാം, അതുകൊണ്ട് അമ്മ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെ, കാരണം ഞാൻ യൂസ് ചെയ്തോണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹസ്ബൻഡും വൈഫും രണ്ടാൾക്കും കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവരാ. അപ്പൊ അവരാദ്യം ഇത് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്തത്, ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് അവര് യൂസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്, നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു സെയിം ആണ്, എൻ്റെ അമ്മ പറഞ്ഞ അതേ അഭിപ്രായമായിരുന്നു അവര് പറഞ്ഞത്. അവരുടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിപ്പോ അത് മാറ്റിയിട്ട് ഇപ്പൊ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്ര വലിയ അഭിപ്രായം പറയാത്ത ആൾക്കാരാണ് അവര് രണ്ടുപേരും. അപ്പൊ അങ്ങനെ ഞാന് ജസ്റ്റ് നമ്മളെ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല, ഞാനും അമ്മയും മോനേ ഉള്ളൂ, കുഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മള് വിചാരിച്ചു ഒന്ന് മേടിച്ച് നോക്കാം, അതിനുശേഷം നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പൊ അവര് എൻ്റെ അടുത്ത് പിന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ മേടിച്ച് യൂസ് ചെയ്ത് എനിക്ക് അമ്മ പറഞ്ഞ പോലെ അതൊരു ഫീൽ എനിക്ക് തോന്നിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ അമ്മ പറഞ്ഞത് നല്ല ചൊയൊക്കെ ഉണ്ടാവുന്നത്, എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അമ്മക്ക് നല്ല എന്നാ പിന്നെ 1 ലിറ്റർ നമ്മള് പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. അവര് എനിക്ക് നല്ല ടേസ്റ്റ് ആണെന്നാ പറഞ്ഞത്. അവര് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണേനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണക്ക് എമൗണ്ട് കൂടിക്കഴിഞ്ഞേരെ അമ്മ ഇപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലായിരുന്നു ആദ്യം, വെളിച്ചെണ്ണക്ക് നല്ല പൈസ കൂടിയപ്പോ. അപ്പോ എന്ത് യൂസ് ചെയ്താലും പൊരിക്കാനായിക്കോട്ടെ, പ്രത്യേകിച്ച് ചിലയിടത്തൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോ പപ്പടം കാച്ചിയ എണ്ണ ആണെങ്കിലും അത് അവര് കളയൂല, അത് പിറ്റേത്തെ ദിവസം യൂസ് ചെയ്യും. ഈവൻ പൂരി ആയിക്കോട്ടെ, എന്താ അപ്പം ചുട്ടാലും ആ എണ്ണ അവര് വീണ്ടും പിറ്റേ ദിവസം യൂസ് ചെയ്യും.
അപ്പൊ അത് ഞാൻ അമ്മേന്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്താ പറയാ അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അധികം ഓയിലും വേണ്ടി വരൂല. കാരണം എന്ന് വെച്ചാല് വെളിച്ചെണ്ണയ്ക്ക് ആണെങ്കിൽ കൂടുതൽ ഓയിലും വേണ്ടി വരും. ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ച് എന്ത് പൊരിക്കാൻ എടുത്താലും കുറച്ചേ അതിന്റെ ക്വാണ്ടിറ്റി വേണ്ടുന്നതും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല അസിഡിറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിക്കിട്ടി. അപ്പോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫും അവർക്ക് ഇതിൽ വലിയ അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ റൈസ് ബ്രാൻ ഓയിൽ കൊടുത്ത് അവര് തന്നെ അവരുടെ റിലേറ്റീവിൽ കുറെ ആൾക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അവര് തന്നെയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. അവര് ആദ്യം പറഞ്ഞ എനിക്ക് 1 ലിറ്റർ ബോട്ടിൽ മതി എന്നാണ് പറഞ്ഞത്. മീൻസ് 2 ലിറ്റർ ആണ് കിട്ടുന്നത്, പക്ഷെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് എടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് യൂസ് ചെയ്തപ്പോ അവര് പറഞ്ഞു വേണ്ട, നീ വേറെ വാങ്ങിച്ചോ, ഇത് ഞാൻ യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരിപ്പം സ്ഥിരമായിട്ട് ഇപ്പൊ എന്റെ ആ റൈസ് ബ്രാൻ ഓയിൽ എന്ന് മാത്രമല്ല എന്നോടുള്ള വിശ്വാസം, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ വിശ്വാസം കാരണം അവര് റൈസ് ബ്രാൻ ഓയിൽ മാത്രമല്ല പല പ്രോഡക്ട്സ് ഇപ്പൊ എന്റെ അടുത്ത് നിന്നാണ് ചോദിച്ചു മേടിക്കുന്നത്. സോ അതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. കാരണം പെട്ടെന്ന് എന്നെ വിശ്വസിച്ചിട്ടും എന്റെ പ്രൊഡക്ട്സിനെ വിശ്വസിച്ച് അവർ മേടിക്കുന്നത് വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ റൈസ് ബ്രാൻ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഇപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പല ആൾക്കാരും ചിന്ത റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത് എന്താ പറയാ ടേസ്റ്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ട് റിഫൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നേരത്തെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേസ്റ്റിനും മാറ്റമുള്ളത്. അപ്പൊ യൂസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എത്രമാത്രം കുറയുന്നതും എന്നുള്ളത്. അപ്പോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്യുക. ഇതുപോലെ എപ്പോഴെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു. ഹലോ മാഡം, ഒരു ചെറിയൊരു കാര്യം കൂടി ചെറിയൊരു കാര്യം പറയട്ടെ. ഞാനേ എന്നിട്ട് ഞാന് 13 വാങ്ങിച്ചല്ലോ. 13 വാങ്ങിച്ചതില് 1000 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയതില് 13 വാങ്ങിച്ചതില് എനിക്ക് 8 മാത്രമേ ചെലവായിട്ടുള്ളൂ. ബാക്കി 5 എനിക്ക് ബാക്കി വന്നു. 8 അവിടെ നമുക്ക് ചെലവാക്കേണ്ടി വന്നിട്ടുള്ളൂ, അവര് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി നല്ല 5 നമുക്ക് അല്ല 13 ബാക്കി നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടി. അതും നമുക്ക് ബാലൻസ് വന്നു. പിന്നെ എല്ലാവരും, എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കണം. ഉപയോഗിച്ചാലേ നമുക്ക് അനുഭവമാണ് നമുക്ക് ഏറ്റവും വലിയ ഗുരു. അനുഭവമാണ് ഗുരു. അപ്പൊ എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഈ സ്റ്റേജിലേക്ക് എനിക്കിത് പറയാൻ വേണ്ടി ചാൻസ് തന്ന എല്ലാ വിന്നേഴ്സിനും ഞാൻ അവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയി, അത് പറയാൻ വേണ്ടിയിട്ട്. ശരി. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ എന്തെങ്കിലും പൊരിക്കാൻ എടുക്കുവാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ പൊരിക്കാൻ. പക്ഷെ ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി അത്ര വേണ്ടി വരുമല്ലോ, കുറച്ചേ വേണ്ടി വരും. ഇത് യൂസ് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ താങ്ക് യു വൺസ് അഗൈൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, അപ്പോ CP-യിലും താങ്ക് യു വൺസ് അഗൈൻ എല്ലാവർക്കും. CP-യിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മോർണിംഗ് CP എല്ലാവരും പങ്കെടുക്കുക. മാക്സിമം എല്ലാ ടീം മെമ്പേഴ്സിനും ഇനിയും പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം മോർണിംഗ് CP എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം അറിവ് പകർത്തുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോ എല്ലാവരും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു.